കാച്ചിലും കൊണ്ട് നമുക്കൊരു പുഴുക്കാക്കാം. കുറേ ഉള്ളോട്ടാ തോന്നുന്നു, അനങ്ങുന്ന പോലില്ല. അയ്യോ, ഇതപ്പാട് എടുത്ത് കൊത്തിയാലിങ്ങനെ അല്ലേ? അല്ലേ? മതി, എൻ്റെ കുങ്കുമ്പായി, അത് മതി. മരത്തിൻ്റെ ചോട്ടിലിട്ടിട്ട് വിത്തിന് വെക്കാൻ. വിത്തിന് വെക്കാൻ. നല്ല ഞാനെടുത്ത് തരാൻ പറഞ്ഞത്. മഴയത്തല്ലേ ഇന്ന് നടണ്ട? മഴയാകുമ്പോൾ മഴയാകുമ്പോൾ കുഴിച്ചിട്ടാൽ മതി. ചുമ്മാ കുഴിച്ചിട്ട് ഒരു കുഴി കുത്തി ചപ്പ് വിട്ട് വെച്ചാൽ അതേ പ്ലാത്തെ കുട്ടിയോ, പ്ലാത്തിൻ്റെ അങ്ങ് മുകളിൽ കയറിപ്പോട്ടെ കേട്ടോ. ഇതുണ്ടോ, ഇത്രയും പോയതാ, വലിയായിരുന്നു ഇത്. ഇത് കഴിഞ്ഞ കൊല്ലത്തല്ലേ പറിക്കാൻ പറ്റില്ല, മുളയ്ക്കുമ്പോൾ. ഈ കാച്ചിൽ നമ്മൾ
കപ്പപ്പുഴുക്കെല്ലാം ആക്കുന്ന പോലെ ഉടച്ചിട്ടാണ് ആക്കുന്നത്, തേങ്ങയെല്ലാം ഒതുക്കിയിട്ടിട്ട്. ചിക്കൻ കറിയും കൂടി ആക്കുന്നുണ്ട്. കുറേ പ്രാവശ്യം കഴുകണം, മണ്ണുണ്ടാവും അല്ലെങ്കിൽ. അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് കനൽ കിട്ടിയിട്ടുണ്ട്. നല്ലോണം കത്തിയിട്ടെങ്കിൽ വാടിപ്പോവും കാച്ചില്. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ കുത്തി നോക്കിയാൽ തന്നെ തിരിയും. ഏകദേശം വേവായിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇത്രയൊന്നും പോരാ, കുറേ വേണം, എന്നാലേ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ ഊറ്റി കളയുമ്പോൾ ശരിയാവും. ഇതിപ്പോൾ ഈ പുഴുങ്ങിയത് ഒരു 3-4 വീട്ടുകാരെടുക്കും. ഏട്ടത്തിയമ്മേൻ്റെ വീട്ടിലെല്ലാം കൊടുക്കും. നമ്മൾ പുഴുങ്ങുമ്പോൾ ഒന്നിച്ച് പുഴുങ്ങിയിട്ട് എല്ലാവരും കൂടി എടുക്കുക ചെയ്യൽ. അവർ പുഴുങ്ങുമ്പോൾ നമുക്കും തരും, നമ്മൾ പുഴുങ്ങുന്ന ദിവസം എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യും. പിന്നെ ബാക്കി വരുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. എപ്പം നമുക്ക് പറിക്കാനും ചെത്താനും സമയം ഉണ്ടാവില്ലല്ലോ. ഇതിനെ കൊണ്ടൊരു കാച്ചിൽ ബിരിയാണിയും കൂടി ആക്കണം എന്ന് വെച്ചിട്ടാണ്. കപ്പ ബിരിയാണി ആക്കുന്ന പോലെ തന്നെ കാച്ചിൽ ബിരിയാണി ആക്കാം. കാച്ചിൽ പുഴുക്കിന് തേങ്ങ ചിരകിയിട്ടുണ്ട്, ജീരകം, പിന്നെ പച്ചമുളക്, കുറച്ച് ഉള്ളി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കട്ടെ. തേങ്ങ ഈ പാകത്തിൽ ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്ര മാത്രം പുഴുക്കെടുത്തിട്ട് അരപ്പ് ചേർക്കുന്നുണ്ട്, കപ്പപ്പുഴുക്ക് പോലെ. ബാക്കി ഇവിടെ തന്നെ വെച്ചിട്ടുള്ള ഇത് എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെ ഇഷ്ടമെങ്കിൽ പിന്നെ അതുകൊണ്ട് പിന്നെ ഈ രീതിയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കാച്ചിൽ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറിയും കൂടി ആക്കണം. ഇന്നലെ പുഴുങ്ങിയതിൻ്റെ ബാക്കി കാച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ബാക്കി വന്ന കാച്ചിലും കൊണ്ട് കാച്ചിൽ ബിരിയാണി ആക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ല് ഇത്ര വാങ്ങിയിട്ടുണ്ട്. എല്ലിട്ടിട്ട് കാച്ചിൽ ബിരിയാണി ആക്കാം. എല്ല് കറി ആക്കാൻ വേണ്ടിയിട്ട്
തക്കാളി, ഉള്ളി, പച്ചമുളക്, കരിയാപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ ബീഫ് മസാല എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി. ഇപ്പം ഞാൻ ചൂടാക്കുന്നൊന്നുമില്ല, മൊത്തം ഇട്ടിട്ട് ബീഫ് ഇട്ടിട്ട് തന്നെ വേവിക്കലാണ്, വഴറ്റിയെടുക്കുന്നൊന്നുമില്ല. പിന്നെ ബീഫിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കഴുകി വെച്ച ബീഫ് ഇട്ട് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കലാണ് അടുപ്പത്ത്. കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കട്ടെ. എല്ല് നല്ലോണം തിളച്ച് വേവായി വരുന്നുണ്ട്. അപ്പം നമ്മൾ അടുപ്പിലെപ്പം ഇങ്ങനെ ഒരു ചൂട് തട്ടിയിട്ട് അടുപ്പും തറ എപ്പോൾ ഇതേപോലെ ഉണ്ടാകും. ഉള്ളിലത്തത് ഷീറ്റിന് വേണ്ടിയിട്ട് പുകക്കുന്നുണ്ട്. ഇത്ര കാച്ചിലാണ് ബാക്കി വന്നത്. അപ്പോൾ ഇത് എല്ല് കറിയിനകത്തേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. കാച്ചിലിട്ടിട്ടുണ്ട്, ഇനി മിക്സ് ചെയ്തിട്ട് അപ്പോൾ കാച്ചിൽ ബിരിയാണി ആയി കിട്ടും. ഞാൻ ഫുള്ള് കറിയിനകത്തേക്കും കാച്ചിലിട്ടിട്ടില്ല, പകുതി തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. നാളെ ദോശക്കോ എന്തിനാന്ന് വെച്ചാൽ കൂട്ടാലോ. അങ്ങനെ കാച്ചിൽ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.